സ്മാർട്ട് ലോക്കസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ജെനറ്റിക്സ് ടോപ്പിക്കുമായിട്ട് പ്ലസ് 2 ജെനറ്റിക്സ് ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസ്റ്റാസിസ് എന്ന കൺസെപ്റ്റാണ്. അപ്പൊ എന്താണ് ഈ എപ്പിസ്റ്റാസിസ്? ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, പക്ഷെ നീറ്റ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴെന്താണ് ഈ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസ്റ്റാസിസിൽ 2 ജീനിന്റെ ഇന്ററാക്ഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഇതൊരു ജീനാണെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ മുകളിൽ വേറൊരു ജീൻ ഇതാവും. ഈ ജീൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, അല്ലേ? റൈറ്റ്? യെസ്. അപ്പൊ അതിന്റെ മുകളിൽ മറ്റൊരു ജീൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ജീനിനെ കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഇല്ല. സോ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജീൻ മറ്റൊരു ജീനിനെ മറയ്ക്കുന്നു, അതിനെ ഹൈഡ് ചെയ്യുന്നു, അല്ലേ? ഇതാണ് സംഭവം. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് ജെനറ്റിക്സിന്റെ ടേംസിൽ നമുക്കിത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക? സോ എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്താണ് വൺ ജീൻ mask or hide the effect of other gene. One gene mask or hide the effect of other gene. ഒരു ജീൻ മറ്റൊരു ജീനിന്റെ ഇഫക്റ്റിനെ ഹൈഡ് ചെയ്യണം. ഓക്കെ, അതിനെ മാസ്ക് ചെയ്യണം. അപ്പൊ അതിനെയാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൺ, എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൺ ആണ്, അല്ലെ? യെസ്. ഒരു ജീനിന്റെ മുകളിൽ, അതാണ് ഒരു ജീനിന്റെ ഇഫക്റ്റിനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ എപ്പിസ്റ്റാസിസിനെ കുറിച്ച് എന്താണ് പറയുമ്പോൾ, അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ് എന്നുള്ള ടെർമിനോളജി കാണുമ്പോൾ, ഈ കൺസെപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, സർ എപ്പിസ്റ്റാസിസും അതേപോലെ ഡോമിനൻസ് റിസസീവ്നെസ്സും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡോമിനൻസും റിസസീവ്നെസ്സിലും ഇതേപോലെ എന്താണ് ഹൈഡ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് ഡിഫറൻസ്? യെസ്, ഡോമിനൻസ് റിസസീവ്നെസ്സിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പീ പ്ലാന്റ്, സ്റ്റെം ഹൈറ്റ് ഇൻ പീ പ്ലാന്റ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് അതില് ക്യാപിറ്റൽ ടി അലീലാണ്, അല്ലെ? ഒരു ജീനിന്റെ 2 അലീലാണ് ക്യാപിറ്റൽ ടി. ഇപ്പൊ സ്മോൾ ടി, അല്ലെ? ഇതൊരു ജീനാണ്, ഒരു ജീനിന്റെ 2 അലീലാണ്, റൈറ്റ്? സോ അതിൽ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു, അടുത്തതിനെ എന്ത് ചെയ്യുന്നു? അവിടെ സപ്രസ്ഡ് ആണ്, ഹൈഡ് ചെയ്യപ്പെടുന്നു. ശരിയാണ്, പക്ഷെ അതൊരു ജീനിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ജീനില് ആ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഈ അലീലിനെ നമ്മൾ ഡോമിനന്റ് അലീൽ എന്ന് പറയും. അവിടെ സപ്രസ്ഡ് ആവുന്ന അലീൽ എന്താണ്? റിസസീവ് അലീലാണ്, നമുക്കറിയാം. സോ അതൊരു ജീനിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജീനിലെ 2 അലീൽ തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എപ്പിസ്റ്റാസിസ് അതല്ല. എപ്പിസ്റ്റാസിസ് എന്താണ്? 2 ഡിഫറെന്റ് ജീൻസ്, അല്ലെ? 2 ഡിഫറെന്റ് ജീൻസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എപ്പിസ്റ്റാസിസ് എന്ന കൺസെപ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ കാണുന്ന എക്സാമ്പിൾ ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ്. Technical name, this is the common name. Technical name cucurbita peppo. Okay. അപ്പൊ ഇതില് ഫ്രൂട്ട് കളർ കൺട്രോൾ ചെയ്യുന്നത് Y എന്ന് പറയുന്ന ജീനാണ്. ഓക്കെ. സോ Y ജീൻ എന്താണ്? സ്റ്റാൻഡ്സ് ഫോർ ക്യാപിറ്റൽ Y ഞാൻ എഴുതി, സ്മോൾ y. സോ ക്യാപിറ്റൽ Y ഫോർ യെല്ലോ കളറാണ്. Okay. Then small y, that is for green color. So summer squash എന്ന് പറയുന്ന ഫ്രൂട്ടിലെ കുക്കുർബിറ്റ പെപ്പോയിലെ ഫ്രൂട്ട് കളർ കൺട്രോൾ ചെയ്യുന്നത് ഏത് ജീനാണ്? Y ജീനാണ്. അതിന് ഡോമിനന്റ് അലീൽ വരികയാണെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ് യെല്ലോ ഫ്രൂട്ട് കളറാണ്. റെസസീവ് ട്രേറ്റ് ഗ്രീൻ ഫ്രൂട്ട് കളറാണ്. ഓക്കെ. ഇനി ഇവിടെ വരുന്ന എപ്പിസ്റ്റാറ്റിക് ജീൻ ഏതാണ്? എപ്പിസ്റ്റാറ്റിക് ജീന് നമ്മൾ W എന്ന പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദി എപ്പിസ്റ്റാറ്റിക് ജീൻ. എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീനിനെയാണ് നമ്മൾ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ W ജീൻ ഉണ്ടല്ലോ, W ജീൻ അതിന്റെ ഡോമിനന്റ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ W ജീൻ ഡോമിനന്റ് കണ്ടീഷനിൽ വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ ക്യാപിറ്റൽ W, സ്മോൾ w, ദീസ് ആർ ദി 2 അലീൽസ് ഓഫ് എ ജീൻ, അല്ലെ? ഒരു ജീനിന്റെ 2 അലീൽ എന്ന് പറയുന്നത് ഡോമിനന്റ് ക്യാപിറ്റൽ ലെറ്ററും റിസസീവ് സ്മോൾ ലെറ്ററും ആണ്. സോ ക്യാപിറ്റൽ W, സ്മോൾ w.
സ്മോൾ w, സ്മോൾ w. These are the three possible genotypes. അപ്പൊ ഇതില് ഈ എപ്പിസ്റ്റാറ്റിക് ജീൻ ആയിട്ടുള്ള W ജീൻ ക്യാപിറ്റൽ W കണ്ടീഷനിലും ക്യാപിറ്റൽ W സ്മോൾ w കണ്ടീഷനിലും ഈ രണ്ട് കണ്ടീഷനിലും എന്ത് കാണിക്കുന്നു? എപ്പിസ്റ്റാസിസ് കാണിക്കുന്നു. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ അത് എപ്പിസ്റ്റാസിസ് കാണിക്കുന്നില്ല. ഓക്കെ, എടാ ഈ രണ്ട് കണ്ടീഷനും എന്താണ് അതിന്റെ പ്രത്യേകത? ക്യാപിറ്റൽ W ആണെങ്കിലും ക്യാപിറ്റൽ W സ്മോൾ w ആണെങ്കിലും അത് ഡോമിനന്റ് കണ്ടീഷൻ അല്ലേ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ്? എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീൻ അല്ലെങ്കിൽ എപ്പിസ്റ്റാറ്റിക് ജീൻ അതിന്റെ ഡോമിനന്റ് കണ്ടീഷനിൽ എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ഡോമിനന്റ് ആവാം, ഹെട്രോസൈഗസ് ആവാം. ഡോമിനന്റ് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? എപ്പിസ്റ്റാസിസ് കാണിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എക്സാമ്പിൾ ആണ് ഫ്രൂട്ട് കളറിൽ സമ്മർ സ്ക്വാഷ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് എങ്ങനെയാണ് എപ്പിസ്റ്റാറ്റിക് ഇഫക്റ്റ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, ക്യാപിറ്റൽ W, ക്യാപിറ്റൽ Y, അതുപോലെ ക്യാപിറ്റൽ W, സ്മോൾ w, ക്യാപിറ്റൽ Y. ഈ രണ്ട് കേസിലും നമുക്കിപ്പോൾ ക്യാപിറ്റൽ Y മാത്രമായിരുന്നെങ്കിൽ ആ ജീൻ ഏതാ? യെല്ലോ ഫ്രൂട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെ? ആ കണ്ടീഷനിൽ യെല്ലോ ഫ്രൂട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഡോമിനന്റ് ട്രേറ്റ്. പക്ഷേ ഇവിടെ എപ്പിസ്റ്റാറ്റിക് ജീൻ ഡോമിനന്റ് കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് യെല്ലോ അല്ലെ ആ ജീനിന്റെ ഇഫക്റ്റിനെ മാസ്ക് ചെയ്യാണ്, ഹൈഡ് ചെയ്യാണ്. സോ യെല്ലോ ഫ്രൂട്ട് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് സാധിക്കുന്നില്ല. പകരം എന്താണ്? കളർലെസ് ആണ്, വൈറ്റ് ആണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ വൈറ്റ് ആണ്. അപ്പൊ ഡസന്റ് മാറ്റർ വെദർ ക്യാപിറ്റൽ Y ഓർ ക്യാപിറ്റൽ Y സ്മോൾ y, ഇതിൽ ഏതാണെങ്കിലും എന്താണ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എപ്പിസ്റ്റാറ്റിക് ജീൻ ഇത് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണ് കാണിക്കുന്നത്. അപ്പൊ എപ്പിസ്റ്റാറ്റിക് ജീൻ അതിന്റെ ഡോമിനന്റ് കണ്ടീഷനിലാണെങ്കിൽ പിന്നെ ഹൈപ്പോ അല്ലെ ഈ സപ്രസ് ചെയ്യപ്പെടുന്ന ജീൻ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് വിളിക്കും. എപ്പിസ്റ്റാസിസിലെ സപ്രസ് ചെയ്യപ്പെടുന്ന ജീൻ അതാണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഫീനോടൈപ്പ് വൈറ്റ് ആണ്, ഇവിടെയും ഫീനോടൈപ്പ് വൈറ്റ് ആണ്. ഇനിയിപ്പോ സപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എഴുതുകയാണ്, സ്മോൾ w, ഓക്കെ, സ്മോൾ y. ഫീനോടൈപ്പ് എന്തായിരിക്കും? ഇവിടെ എപ്പിസ്റ്റാറ്റിക് ഇഫക്റ്റ് ഇല്ല, കാരണം ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണ് ഈ ജീൻ കാണിക്കുന്നത്. W ജീൻ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അതിന് എപ്പിസ്റ്റാറ്റിക് ഇഫക്റ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഫീനോടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നോക്കേണ്ടത് Y ജീനിന്റെ കണ്ടീഷൻ ആണ്. സ്മോൾ y ആണ്. അപ്പോൾ ഏത് ഫ്രൂട്ട് ആണ്? ഗ്രീൻ ഫ്രൂട്ട് ആണ്. ഇനി സ്മോൾ w, ക്യാപിറ്റൽ Y സ്മോൾ y ആണെന്ന് കരുതും. അപ്പോഴും ഇവിടെ എപ്പിസ്റ്റാറ്റിക് ഇഫക്റ്റ് W ജീനിന് കാണിക്കാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറയുമ്പോൾ ഏത് ഫ്രൂട്ട് ആണ്? യെല്ലോ ഫ്രൂട്ട് ആണ്. അപ്പൊ രണ്ട് ജീനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം അല്ലെ, അത് ശ്രദ്ധിക്കുക. ഒരു അലീൽ മറ്റൊരു അലീലിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു ജീൻ മറ്റൊരു ജീൻ. അപ്പൊ എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീൻ എപ്പിസ്റ്റാറ്റിക് ജീനും സപ്രസ് ചെയ്യപ്പെടുന്ന ജീൻ ഹൈപ്പോസ്റ്റാറ്റിക് ജീനുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് റേഷ്യോ എങ്ങനെയിരിക്കും? F2 റേഷ്യോ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇതാ ഹെട്രോസൈഗസ്. അപ്പോൾ ഗമീറ്റ്സ് എടുത്തിരിക്കുന്നു. ഇവിടെ ഫോർ എന്താണ്? ഗമീറ്റ്സ് ഓഫ് വൺ പാരന്റ്, ഫോർ ഗമീറ്റ്സ് ഓഫ് അനദർ പാരന്റ്, അത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ W എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഏത് കൊടുക്കാം? വൈറ്റ് ആണ്, അല്ലെ? അതായത് ഡോമിനന്റ് അലീൽ ഉണ്ടെങ്കിൽ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണ്. അപ്പോൾ നോക്കൂ, 1 2 3 4 4 കിട്ടി. then 1 2 6 then 1 2 3 4 10 then 1 2, so total 12 അല്ലേ? 12 വൈറ്റ് ആണ്, 12 വൈറ്റ് ആണ്. ഇനി യെല്ലോ എത്രയുണ്ടെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ സ്മോൾ w, ക്യാപിറ്റൽ Y വരുന്നുണ്ട്. സോ യെല്ലോ ആണ്. സോ 3, അപ്പൊ 3 യെല്ലോ ആണ്. സോ 12 plus 3 15 ആയി. ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഏതാണെന്ന് നോക്കൂ, സ്മോൾ w, സ്മോൾ y ആണ്, ഗ്രീൻ ആണ്. സോ 1 ഗ്രീൻ ആണ്. അപ്പോൾ ദിസ് ഇസ് ദ റേഷ്യോ ഓഫ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ്. എന്താണ്? 12:3:1 ആണ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസിന്റെ F2 റേഷ്യോ. എപ്പിസ്റ്റാസിസ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ആണ് നമ്മൾ കണ്ടത്. ഇതേപോലെ റിസസീവ് എപ്പിസ്റ്റാസിസ് എന്താണ്? വെരി സിമ്പിൾ. എപ്പിസ്റ്റാറ്റിക് ജീൻ റിസസീവ് കണ്ടീഷനിലായിരിക്കും അടുത്തൊരു ജീനിനെ ഹൈഡ് ചെയ്യുന്നത്.
ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഡോമിനന്റ് കണ്ടീഷനിലാണ് ഹൈഡ് ചെയ്യുന്നത് എപ്പിസ്റ്റാറ്റിക് ജീൻ. ഇവിടെ റിസസീവ് കണ്ടീഷനിലാണ് എന്താണ് വേറൊരു ജീനിനെ അത് ഹൈഡ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇപ്പൊ കോട്ട് കളറിംഗ് മൈസ് എലികളിലെ കോട്ട് കളർ കൺട്രോൾ ചെയ്യുന്ന ജീൻ ക്യാപിറ്റൽ എ ഡോമിനന്റ് ആയിട്ടുള്ള അലിയിൽ ക്യാപിറ്റൽ എ ഫോർ അഗൗട്ടി ഫർ കളറാണ്. അഗൗട്ടി എന്ന് പറയുമ്പോൾ അതാണ് വൈൽഡ് ടൈപ്പ് കളർ അല്ലെ. കൂടുതൽ നമ്മൾ എലികളിൽ കണ്ടുവരുന്ന ഒരു ബ്രൗണിഷ് ഒക്കെ ആയിട്ടുള്ള അല്ലെ ആ ഒരു കളറാണ് നമ്മൾ ഈ അഗൗട്ടി കളർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ റിസസീവ് അലിയിലുണ്ട്. അതേതാണ് സോളിഡ് ഫർ കളറാണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറാണ്. ഓക്കെ, സോ കോഡ് കളർ ഇൻ മൈസ് കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്? എ ജീൻ ആണ്. ഇറ്റ് ഹാസ് ടു അലീൽ. ഡോമിനന്റ് അലീൽ ഫോർ എന്താണ് വൈൽഡ് ടൈപ്പ് കളർ ദാറ്റ് ഈസ് അഗൗട്ടി. റിസസീവ് അലീൽ ഫോർ ദ റിസസീവ് ട്രേറ്റ് ഏതാണ്? സോളിഡ് ഫർ കളർ ദാറ്റ് ഈസ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഇനി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എപ്പിസ്റ്റാറ്റിക് ജീൻ ഉണ്ട്. അത് ഏതാണ്? സി ജീൻ ആണ്. സോ സി ജീൻ അതിന്റെ റിസസീവ് കണ്ടീഷനിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സി വന്നാൽ എപ്പിസ്റ്റാസിസ് ഇല്ല. ക്യാപിറ്റൽ സി സ്മോൾ സി കണ്ടീഷനിൽ വന്നാലും എപ്പിസ്റ്റാസിസ് ഇല്ല. സ്മോൾ സി കണ്ടീഷനിൽ വന്നാൽ ഈ ജീൻ എന്ത് കാണിക്കും? എപ്പിസ്റ്റാസിസ് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്മോൾ സി കണ്ടീഷനിൽ വന്നാൽ എന്താ സംഭവിക്കും? സ്മോൾ സി ക്യാപിറ്റൽ എ ഇവിടെ അഗൗട്ടി കളർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം റിസസീവ് എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീൻ റിസസീവ് അലീൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ അവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അഗൗട്ടി അല്ല, കളർലെസ് ആയിരിക്കും, ആൽബിനോ. ഓക്കെ, ആ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അഗൗട്ടി കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ കളർലെസ് ആണ്, വൈറ്റ്. ഓക്കെ, ആൽബിനോ. ഇനി ഇതാ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിലും ഏത് തന്നെയാണ്? ആൽബിനോ. ഇനി ഈ ഒരു കണ്ടീഷൻ ആണ് എന്ന് കരുതും, അപ്പോഴും ഏതാണ്? ആൽബിനോ അല്ലെ. കാരണം ഇവിടെയൊക്കെ എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീൻ ആ റിസസീവ് കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. നേരെ മറിച്ചപ്പോൾ ക്യാപിറ്റൽ എ ആണെന്ന് കരുതും, അപ്പോൾ കുഴപ്പമില്ല. ഉണ്ടോ? ഇല്ല. കാരണം എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന ജീൻ എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന കണ്ടീഷനിൽ വന്നിട്ടില്ല, ഡോമിനന്റ് കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ അഗൗട്ടി ആയിരിക്കും. അഗൗട്ടി. റിസസീവ് എപ്പിസ്റ്റാസിസിന്റെ റേഷ്യോ നോക്കാം നമുക്ക്. F2 റേഷ്യോ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. അല്ലെ 4 ഗമീറ്റ്സ് എഴുതിയിട്ടുണ്ട്, ടോട്ടൽ 16 ഓഫ്സ്പ്രിങ്സ് എഴുതിയിട്ടുണ്ട് F2ല്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഏതാണ്? അഗൗട്ടിയാണ് അല്ലെ. ക്യാപിറ്റൽ സി ആണ്. അവിടെ എപ്പിസ്റ്റാറ്റിക് ജീൻ എപ്പിസ്റ്റാസിസ് കാണിക്കുന്നില്ല, കാരണം ഡോമിനന്റ് കണ്ടീഷനിലാണ്. സോ 1 2 3 4 പിന്നെയോ 5 6 7 8 9 9 എണ്ണം ഏതാണ്? അഗൗട്ടിയാണ്. സോ 9 അഗൗട്ടി. ഇനി ഇവിടെ നോക്കൂ, സ്മോൾ ഐ ആണ്. സോ സോളിഡ് ഫർ കളർ ആണ്. കാരണം ഇവിടെ എപ്പിസ്റ്റാറ്റിക് ജീൻ എപ്പിസ്റ്റാസിസ് കാണിക്കുന്നില്ല, ഡോമിനന്റ് കണ്ടീഷനില്ല. അങ്ങനെ എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 അല്ലെ. സോ 3 ഏതാണ്? ബ്ലാക്ക് അല്ലെങ്കിൽ സോളിഡ് ഫർ കളർ എന്ന് പറയാം. ഇനി 1 2 3 4 ഈ 4 എണ്ണം നോക്കൂ, എല്ലായിടത്തും സ്മോൾ സി ആണ് അല്ലെ. അപ്പോൾ അവിടെ എപ്പിസ്റ്റാറ്റിക് ജീൻ എപ്പിസ്റ്റാസിസ് കാണിക്കുന്ന കണ്ടീഷനിൽ തന്നെ ഉണ്ട്, റിസസീവ് എപ്പിസ്റ്റാസിസ് അല്ലെ. അപ്പൊ ആ 4 എണ്ണം ഏതാണ്? ആൽബിനോ. അവിടെ അഗൗട്ടിയോ ബ്ലാക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ആൽബിനോ ആണ്, കളർലെസ് ആണ്. ഓക്കെ, അപ്പൊ റിസസീവ് എപ്പിസ്റ്റാസിസിന്റെ റേഷ്യോ എത്രയാണ്? 9:3:4 എന്ന് നമുക്ക് പറയാം. 9 അഗൗട്ടി, 3 ബ്ലാക്ക്, 4 ആൽബിനോ ആണ്. ഓക്കെ, അപ്പോൾ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് റേഷ്യോ നമ്മൾ ഏതാണ്? ഫ്രൂട്ട് കളർ സമ്മർ സ്ക്വാഷിൽ കണ്ടു, 12:3:1 ആണ് അല്ലെ. അപ്പൊ ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എന്താണ്? റിസസീവ് എപ്പിസ്റ്റാസിസ് എന്താണ്? എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുക, കൂട്ടുകാരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ ബൈ.